എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോംകാർക്കും BBAക്കാർക്കും ഒരുപോലെ പഠിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് സബ്ജക്റ്റിലെ മൊഡ്യൂളാണ് കോറിലേഷൻ. ബികോമിന് തുടർച്ചയായിട്ട് QTയിൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് കോറിലേഷൻ മൊഡ്യൂളിൽ നിന്നാണ്. കോറിലേഷനിൽ തന്നെ പലപ്പോഴായിട്ട് മാറി മാറി ചോദിക്കാറ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനുമാണ്. നമുക്ക് ഈ വീഡിയോയിലൂടെ ആദ്യം കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ പഠിച്ചെടുക്കാം. അടുത്ത വീഡിയോയിൽ റാങ്ക് കോറിലേഷനും തരുന്നതായിരിക്കും. എന്തായാലും ഇത് രണ്ടും പഠിച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കും. ഈ വീഡിയോയിലൂടെ ഞാൻ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വന്നാൽ ആൻസർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷത്തെ essay ക്വസ്റ്റ്യൻ ആയിരുന്നു കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ മാർക്സ് ഇൻ അക്കൗണ്ടൻസി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവിടെ 2 വേരിയബിൾസ് ആണ് തന്നത്, അക്കൗണ്ടൻസിയുടെ മാർക്കും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്കും. അപ്പോൾ അവിടെ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. മാർക്ക് ഇൻ അക്കൗണ്ടൻസി 48, 35, 17, 23, 47. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്കാണ് 45, 20, 40, 25, 45. ഇനി ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണമെന്നില്ല. എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് 2 വേരിയബിൾസ് തന്നിട്ടുണ്ടാവും. അക്കൗണ്ടൻസിയുടെ മാർക്കും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്കും തന്നതുപോലെ ചിലപ്പോൾ പ്രൈസും ഡിമാൻഡുമായിരിക്കും തരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും തരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തേതിനെ X ആയിട്ടും രണ്ടാമത്തേതിനെ Y ആയിട്ടും എടുക്കുക. ക്ലിയർ ആയല്ലോ? ആദ്യ സ്റ്റെപ്പ് അതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തേതിനെ X ആയിട്ടും രണ്ടാമത്തേതിനെ Y ആയിട്ടും എടുക്കുക. ഇവിടെ അക്കൗണ്ടൻസിയുടെ മാർക്ക് X ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്ക് Y ആയിട്ടും എടുത്തു. അപ്പൊ നമുക്കത് കിട്ടി. X 48, 35, 17, 23, 47. എന്നിട്ട് അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. 48, 35, 17, 23, 47 കൂട്ടിക്കഴിഞ്ഞാൽ 170, 170 വരും. ഇനി Y എത്രയൊക്കെ ആയിരുന്നു? 45, 20, 40, 25, 45. അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 175 വരും, 175. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് നമുക്ക് തന്നിട്ടുള്ള 2 വേരിയബിൾസിലെ വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസ് നമ്മൾ എടുത്തെഴുതി. അതെല്ലാവർക്കും പറ്റും, അത് ക്വസ്റ്റ്യനിലുണ്ട്. ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് എക്സിന്റെ സ്ക്വയർ ആണ്. അതായത് 48ന്റെ സ്ക്വയർ 2304, ദെൻ 35ന്റെ സ്ക്വയർ 1225, അടുത്തത് 17ന്റെ സ്ക്വയർ 289, 23ന്റെ സ്ക്വയർ 529, 47ന്റെ സ്ക്വയർ 2209. ഒന്നിൻ്റെത് പറഞ്ഞാൽ മതി, എന്നാലും ഞാൻ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതായത് ഇതുവരെ പ്രോബ്ലം കാണാതെ ക്ലാസ്സിലൊന്നും കയറാതെ നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പം എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വാല്യൂസും പറയുന്നത്. അപ്പം നമ്മൾ എക്സ് സ്ക്വയർ കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ ടോട്ടൽ അവിടെ എഴുതുക. അതാണ് അവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത്. എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 2304 പ്ലസ് 1225 പ്ലസ് 289 പ്ലസ് 529 പ്ലസ് 2209. അപ്പൊ നമുക്ക് 6556 കിട്ടി. അതേപോലെ തന്നെ വൈ സ്ക്വയറും കാണുക. വൈ അവിടെ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ തന്ന രണ്ടാമത്തെ വേരിയബിൾസിന്റെ വാല്യൂസ് ആണ് വൈ. 45, 20, 40, 25, 45. അപ്പോൾ അതിൻ്റെ എല്ലാം സ്ക്വയർ കാണുക. 45ന്റെ സ്ക്വയർ 2025 ആണ്, 20ന്റെ സ്ക്വയർ 400 ആണ്, 40ന്റെ സ്ക്വയർ 1600 ആണ്, 25ന്റെ സ്ക്വയർ 625 ആണ്, 45ന്റെ സ്ക്വയർ 225, 2025. അതും കിട്ടി. ഇനി അഞ്ചാമത്തെ കോളം എക്സ് വൈ ആണ്. എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സിനെയും വൈനെയും ഗുണിക്കുക. 48 × 45 2160, 35 × 20 700, 17 × 40 680, 23 × 25 575, 47 × 45 2115. എന്നിട്ട് അതിൻ്റെയും ടോട്ടൽ കാണുക. അത് കൂട്ടിക്കഴിഞ്ഞാൽ 6230 കിട്ടി. അപ്പം നമ്മുടെ ടേബിൾ സെറ്റായി. അതായത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള വാല്യൂസ് സെറ്റായി. അപ്പം ഇനി കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 2 വേരിയബിൾസിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അതിനെ എക്സും വൈയുമായിട്ട് എടുത്തിട്ട് എക്സിന്റെ സ്ക്വയറും വൈയിന്റെ സ്ക്വയറും എക്സ് ഇൻറ്റു വൈയും കണ്ടുപിടിക്കുക. എന്നിട്ടെല്ലാം അതിന്റെ ടോട്ടൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ സൈഡിലേക്ക് എഴുതുക സിഗ്മ എക്സ്. അതായത് എക്സിന്റെ ടോട്ടൽ എത്രയാണ്? 170.
ദെൻ സിഗ്മ വൈയുടെ ടോട്ടൽ 175. സിഗ്മ എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ 6556. അടുത്തത് സിഗ്മ വൈ സ്ക്വയർ ടോട്ടൽ 6675. അതെന്നോട് എഴുതിയത് മാറിപ്പോയതാണ്. വൈ സ്ക്വയറിന്റെ ടോട്ടൽ 6675 ഇനി സിഗ്മ എക്സ് വൈ 6230. പിന്നെ നമുക്ക് എന്നും വേണം. എൻ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് ഉണ്ട്. ഇപ്പം എത്ര വാല്യൂസാണ് ഉള്ളത്? 5 വാല്യൂസ് അല്ലേ? 48, 35, 17, 23, 47. അപ്പം എക്സിലും വൈയിലും 5 വാല്യൂസ് ആണുള്ളത്. 5. ഇനി നമ്മുടെ ഇക്വേഷൻ. ഇത്രയും കാര്യം എല്ലാവർക്കും ബേസിക് ആയിട്ട് മനസ്സിലാവും. കാരണം എല്ലാവർക്കും ഗുണിക്കാനും സ്ക്വയർ കാണാനും അറിയാം, ആ വാല്യൂസ് എടുത്ത് എഴുതാനും അറിയാം. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ, എസ് എ ക്വസ്റ്റ്യൻ ആണ്, ആകെ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ്. അത് നിർബന്ധമാണ്. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾക്കത് ഉപകാരപ്പെടും. എല്ലാ ക്യൂട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ചോദിച്ചിട്ടുണ്ട്. R ഈസ് ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ സ്ക്വയർ. ഈ ഇക്വേഷൻ കുറച്ച് ലെങ്തി ആണെങ്കിലും ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇതൊന്ന്, ഡിഗ്രിയോ പ്ലസ് ടു ഒന്നും ഓർമ്മയില്ല, ആ ഒരു സമയത്ത് ഓർത്തതാണ്. പക്ഷെ ഇന്നും അത് ഓർമ്മയിലുണ്ട്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ ആ ഒരു ഇക്വേഷൻ. കാരണം നമ്മളൊരു 2-3 തവണ അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ കിട്ടും. അതുകൊണ്ട് അതെപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളും അങ്ങനെ ചെയ്യാം. ഇനി അത് തീരെ പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മറ്റെന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് ആ ഇക്വേഷൻ നിങ്ങളെ കയ്യിലുണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ഈ ഒരു പ്രോബ്ലം എന്തായാലും അറ്റൻഡ് ചെയ്യുക. അടുത്തത് ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 5. അടുത്തത് വേണ്ടത് സിഗ്മ എക്സ് വൈ ആണ്. സിഗ്മ എക്സ് വൈ എത്രയാണ്? 6230 മൈനസ് സിഗ്മ എക്സ് ആണ് ചോദിച്ചത്. സിഗ്മ എക്സ് എത്രയാണ്? 170 ഇൻറ്റു സിഗ്മ വൈ എത്രയാണ്? 175 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n 5 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ എത്രയാ? 6556 മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? സിഗ്മ എക്സിന്റെ സ്ക്വയർ ആണ്. സിഗ്മ എക്സ് 170 ആണ്, അതിന്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? 6675 ആണ്. അതുപോലെ തന്നെ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയറോ 175 സ്ക്വയർ. ഇനി നമുക്ക് 5 ഇൻറ്റു 6230 ചെയ്താൽ 31,150 വരും. മൈനസ് 170 ഇൻറ്റു 175, അത് രണ്ടും ഗുണിച്ചാൽ 29,750 വരും. താഴെ 5 ഇൻറ്റു 6556 ചെയ്യണം. 5നെ 6556 കൊണ്ട് ഗുണിച്ചാൽ 32,780 വരും. 170ന്റെ സ്ക്വയർ കണ്ടാൽ 28,900 വരും. അതുപോലെ തന്നെ അപ്പുറവും ചെയ്യുക. 5 ഇൻറ്റു 6675 എന്ന് പറയുമ്പോൾ 33,375 മൈനസ് 175ന്റെ സ്ക്വയർ 30,625. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റേജിൽ 31,150 നിന്ന് 29,750 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 1400 വരും. ഡിവൈഡഡ് ബൈ 32,780 നിന്ന് 28,900 കുറച്ചാൽ റൂട്ട് 3880, അതേപോലെ തന്നെ 33,375 നിന്ന് 30,625 കുറച്ചാൽ റൂട്ട് 2750 വരും. ഈസ് ഈക്വൽ ടു 1400 ഡിവൈഡഡ് ബൈ 3880ന്റെ റൂട്ട് ഒഴിവാക്കുക. അപ്പോൾ 62.28 വരും. റൂട്ട് 2780ന്റെ റൂട്ട് ഒഴിവാക്കിയാൽ 52.44 വരും. ഇനി 1400 ഡിവൈഡഡ് ബൈ 32 66.44 വരും. അപ്പോൾ ആൻസർ 0.4286 കിട്ടി. ഇതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലുള്ള ആ ഒരു ഇക്വേഷനും അതിൻ്റെ സ്റ്റെപ്പ് 10 മാർക്കാണ്. ഇതറിയുന്ന ഒരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം 10 മാർക്കായിരുന്നു കിട്ടുക. ഇത് തന്നെ 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട് റിപ്പീറ്റ് ചെയ്ത്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആ സ്ക്രീനിലുള്ള ഇക്വേഷനും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇനി ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. ഈ ഒരു പ്രോബ്ലം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുക. നിങ്ങളൊരു ഹോംവർക്ക് പോലെ ചെയ്താൽ മതി. ഞാനൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം എല്ലാവരും ഈ നമ്പറിലേക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ചെയ്യുക. അപ്പോൾ എല്ലാവരും കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.